സൂറത്ത് തൗബയിലെ 110 വാക്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി 111 വാക്യം. ഈ അധ്യായത്തിലെ എന്നല്ല, ഈ ഖുർആനിലെ തന്നെ ഏറ്റവും നെറികെട്ട വെളിപാടുകളിലൊന്നാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ഈ 111 ആയത്ത്. ഞാൻ ആ വാക്യം വായിക്കാം. വായിച്ചതിന് ശേഷം ആ വാക്യത്തിലൂടെ ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തെക്കുറിച്ചും അതിനു ബദലായി ഒരു ഭൗതികവാദി എന്ന നിലക്ക് നമുക്ക് ജീവിതത്തെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചും വിശദമായി തന്നെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. 111. തീർച്ചയായും വിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിന് പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും തൻ്റെ മേൽ ബാധ്യതയായി അള്ളാഹു പ്രഖ്യാപിച്ച സത്യവാഗ്ദാനമത്രേ ഇത്. അള്ളാഹുവിനേക്കാളും തൻ്റെ കരാർ നിറവേറ്റുന്നവനായി ആരുണ്ട്? അതിനാൽ നിങ്ങൾ അള്ളാഹുവുമായിട്ടുള്ള ആ ഇടപാടിൽ, ആ കച്ചവടത്തിൽ സന്തോഷം കൊള്ളുവിൻ. അതുതന്നെയാണ് മഹത്തായ ഭാഗ്യം. ഈ വാക്യത്തിൻ്റെ അവതരണ സന്ദർഭം നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭമാണ് എന്നും, അതല്ല, ഇത് മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി 2 ഗോത്രക്കാരുമായി ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടാക്കിയ അഖബ ഉടമ്പടി എന്ന ഉടമ്പടി കരാറ് ഉറപ്പിച്ചതിന് ശേഷം അവിടെ വെച്ച് അവതരിച്ചതാണ് എന്നും വ്യാഖ്യാതാക്കൾ ഇതിൻ്റെ സന്ദർഭമായി പറയുന്നുണ്ട്. ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇത് അഖബ ഉടമ്പടിയുടെ സമയത്ത് മദീനക്കാരുമായുണ്ടായ കരാറ്, മദീനക്കാരും മുഹമ്മദും തമ്മിലുള്ള കരാറ് ഉറപ്പിച്ചതിനെ തുടർന്ന് അവിടെ വെച്ച് അവതരിച്ചതാണെങ്കിലും തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലും ഈ വാക്യം അവതരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ ചിലർ പറയുന്നത് ഇത് അഖബ ഉടമ്പടിയുടെ സമയത്ത് അവതരിച്ച ഒരു മക്ക സൂക്തമാണ് എന്നാണ്. വാഹിദിയുടെ അസ്ബാബുൻ നുസൂലിൽ ഈ വാക്യത്തിൻ്റെ അവതരണ സന്ദർഭമായി എഴുതി വച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ഞാനതിൻ്റെ മലയാളം വായിക്കാം. തീർച്ചയായും വിശ്വാസികളിൽ നിന്ന് അവരുടെ ജീവനും അവൻ്റെ സമ്പത്തും അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു. അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിന് പകരമായി. തൗബ 111. മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറലി നിവേദനം ചെയ്യുന്നു, മക്കയിലെ അൽ അഖബയിൽ വെച്ച് അൻസാരികളിൽപ്പെട്ട 70ഓളം ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് അനുസരണ പ്രതിജ്ഞ ചെയ്തപ്പോൾ അബ്ദുല്ലാഹിബിന് റവാഹ പറഞ്ഞു, അബ്ദുല്ലാഹിൻ്റെ ദൂതരെ, അങ്ങയുടെ റബ്ബിന് വേണ്ടിയും അങ്ങേക്ക് വേണ്ടിയും അങ്ങ് ആഗ്രഹിക്കുന്ന ഏത് നിബന്ധനയും വെച്ചുകൊള്ളുക. റസൂൽ പറഞ്ഞു, എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ വെക്കുന്ന നിബന്ധന നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുകയും അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. എനിക്ക് വേണ്ടി ഞാൻ വെക്കുന്ന നിബന്ധന നിങ്ങളുടെ സ്വന്തം ജീവനെ നിങ്ങൾ എപ്രകാരമാണോ സംരക്ഷിക്കുന്നത് അതുപോലെ എന്നെയും നിങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവർ ചോദിച്ചു, ഞങ്ങൾ ഇത് ചെയ്താൽ ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? റസൂൽ പറഞ്ഞു, സ്വർഗം. അവർ വിളിച്ചു പറഞ്ഞു, ഇത് ലാഭകരമായ ഒരു കച്ചവടമാണ്, ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയില്ല, ഇത് റദ്ദാക്കുകയുമില്ല. അങ്ങനെയാണ് ഈ വചനം അവതരിപ്പിക്കപ്പെട്ടത്. ഇതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. ഇങ്ങനെയാണ് ഈ വാക്യം അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ നിങ്ങൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയ ഈ ആയത്ത് നബിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ളതല്ല. പക്ഷേ ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹുവും മനുഷ്യരും തമ്മിലുള്ള ഒരു കരാറാണ് എന്നാണ്. ഇബ്നു കസീർ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ഭാഗമായി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് ഇനി ഞാൻ വായിക്കുന്നത്. തൻ്റെ മാർഗത്തിൽ ജിഹാദിനായി പുറപ്പെടുന്നവന് അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റിരിക്കുന്നു. എൻ്റെ മാർഗത്തിലുള്ള പോരാട്ടവും എൻ്റെ ദൂതന്മാരിലുള്ള വിശ്വാസവും മാത്രമാണ് അവനെ പുറപ്പെടുവിച്ചത് എങ്കിൽ അവൻ മരണപ്പെടുകയാണെങ്കിൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നും, അതല്ലെങ്കിൽ അവൻ നേടിയെടുത്ത പ്രതിഫലത്തോടും യുദ്ധമുതലുകളോടും കൂടി അവൻ പുറപ്പെട്ട തൻ്റെ വീട്ടിലേക്ക് തന്നെ അവനെ സുരക്ഷിതമായി മടക്കുമെന്നും അള്ളാഹു ഉറപ്പ് നൽകുന്നു. ഇങ്ങനെ നബി പറഞ്ഞതായിട്ട് ഒരു ഹദീസ് ഇതിൻ്റെ അനുബന്ധമായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ആയത്തിൽ പറഞ്ഞ 2 നേട്ടങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മരിച്ചാലുള്ള സ്വർഗം, മറ്റൊന്ന് ജയിച്ചാലുള്ള ഗനീമത്ത്. എന്നാൽ ഇതിൻ്റെ 2ൻ്റെ ഇടയിൽ പെടുന്ന ആളുകളും ഉണ്ടാവും. യുദ്ധം കഴിയുമ്പോൾ മരിച്ചിട്ടില്ല, എന്നാൽ അങ്ങേയറ്റം ഗുരുതരമായ പരിക്കുകളോടുകൂടി ജീവിതം നരകതുല്യമായി തീരുന്ന മനുഷ്യരും ഉണ്ടാവും. അവർക്കെന്താണ് ലാഭം? അവർക്ക് ഗനീമത്തൊന്നും കിട്ടിയോണ്ട് വലിയ കാര്യമില്ല, അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ളവർക്ക് സ്വർഗമുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ സ്വർഗത്തിൽ ഏത് ഗ്രേഡാണ് എന്നൊന്നും അറിയാൻ കഴിയില്ല.
ഇവിടെ അള്ളാഹു ഒരു കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് മനുഷ്യന്മാരുമായിട്ട്. എന്താ കച്ചവടം? നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ധനവും എനിക്ക് തന്നാൽ അതിൻ്റെ പലിശയായിട്ട് കൂലിയായിട്ട് സ്വർഗം തരാം. ഇതാണ് പോലും അള്ളാഹുവും നമ്മളും തമ്മിലുള്ള കരാറ്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്താൽ അള്ളാഹു അതിന് പകരമായിട്ട് നമുക്ക് സ്വർഗം തരാം എന്ന ഒരു കച്ചവടം അള്ളാഹുവുമായിട്ട് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് മാത്രമല്ല, അതിനെ തുടർന്ന് ഒരു നുണയും പറയുന്നുണ്ട് ഇതിനകത്ത്. ശുദ്ധ നുണയാണ്. തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും തൻ്റെ മേൽ ബാധ്യതയായി അള്ളാഹു പ്രഖ്യാപിച്ച സത്യവാഗ്ദാനമത്രേ ഇത്. അപ്പോൾ തൗറാത്തിലും ഇഞ്ചീലിലും ഈ ഖുർആനിലും ഇതേ വാഗ്ദാനം അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഇത് നുണയാണ് എന്ന് പറയാൻ കാരണം, തൗറാത്തിലും ഇഞ്ചീലിലും ഇങ്ങനെ പരലോകത്ത് ഒരു സ്വർഗം തരാം, അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സ്വത്തും എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലാനും കൊല്ലപ്പെടാനും ആഹ്വാനം ചെയ്യുന്ന, അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പ്രഖ്യാപിക്കുന്ന ഇങ്ങനൊരു സാധനം അവിടെയൊന്നുമില്ല. തൗറാത്തിൽ കൊല്ലാനും കൊല്ലപ്പെടാനും ഒക്കെ പറയുന്നുണ്ട്, കുട്ടികളെയും മക്കളെയും ഗർഭിണികളെയും ഒക്കെ കൊന്നൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. ഒരു യുദ്ധത്തിൻ്റെ ദൈവം തന്നെയാണ് അവിടെ. പക്ഷെ അവിടെ കൊല്ലാനും കൊല്ലപ്പെടാനും ഒക്കെ പറയുന്നത് പരലോകത്ത് കള്ളും പെണ്ണും തരാം എന്ന ഒരു വാഗ്ദാനത്തിൻ്റെ പേരിലല്ല, ഇഹലോകത്ത് തേനും പാലും ഒഴുകുന്ന ഒരു ദേശം തരാം എന്ന വാഗ്ദാനമാണ്. അതാണ് പലസ്തീൻ എന്നാണ് ജൂതന്മാർ പറയുന്നത്. അപ്പോൾ ഈ പലസ്തീനിൽ നിങ്ങളെ കൊണ്ടുപോയി പാർപ്പിക്കുകയും നിങ്ങൾക്ക് അവിടെ തേനും പാലും ഒഴുക്കാൻ വേണ്ട സൗകര്യം ചെയ്ത് തരികയും ചെയ്യാമെന്നാണ് തൗറാത്തിലെ പടച്ചോൻ ഇസ്രായേല്യർ എന്ന് പറയുന്ന ആ ഗോത്രത്തിന് നൽകുന്ന വാഗ്ദാനം. അവർ തമ്മിലുള്ള കച്ചവടം അതാണ്. ഇഞ്ചീൽ എന്ന് പറയുന്ന ബൈബിളിലാകട്ടെ ഇങ്ങനെ കൊല്ലാനും കൊല്ലപ്പെടാനും അതിന് പകരം പരലോകത്ത് സ്വർഗം തരാം എന്ന് പറയുന്ന ഒരു കച്ചവടം തന്നെ എവിടെയും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. വയലൻസിന് പ്രേരിപ്പിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാവുന്ന അപൂർവ ചില വചനങ്ങളൊക്കെ പുതിയ നിയമം ബൈബിളിലും ഉണ്ട്. പക്ഷേ ഇതുപോലെ ഒരു കച്ചവടം ദൈവവും നമ്മളും തമ്മിൽ ഉറപ്പിച്ചതായിട്ടല്ല അവിടെ പറയുന്നത്. അവിടുത്തെ കച്ചവടം വേറെയാണ്. അവിടുത്തെ കച്ചവടം ദൈവം മനുഷ്യപുത്രനായി ജനിച്ച് കുറച്ചു കാലം ജീവിച്ച് മനുഷ്യരുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ച് അങ്ങോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. മനുഷ്യരുടെ പാപം ഞാൻ ഏറ്റെടുത്തു, എന്നിലൂടെ നിങ്ങൾക്ക് രക്ഷ കിട്ടും എന്ന് കർത്താവായ യേശു നൽകുന്ന ഒരു വാഗ്ദാനമാണ് ക്രിസ്തു മതത്തിൻ്റെ ആധാരമായിട്ട് ആ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ ദൈവം നേരിട്ട് വന്നിട്ട് ഏജൻറ്റുമാർ മുഖേന നിങ്ങൾ കൊല്ലാനും കൊല്ലപ്പെടാനും പോയിട്ട് നിങ്ങളുടെ ദേഹവും ധനവും എനിക്ക് തന്നാൽ നിങ്ങൾക്ക് പരലോകത്ത് ഞാൻ കള്ളും പാലും ഒഴുകുന്ന ഒരു സ്വർഗം, നിറയെ ഹൂറികളെ നിരത്തിയിട്ട ഒരു സ്വർഗം തരാം എന്ന വാഗ്ദാനം ബൈബിളിലും ഇല്ല. അപ്പോൾ ഈ മുഹമ്മദ് പറഞ്ഞ ഈ സാധനം, ഇതൊക്കെ മുഹമ്മദിന് ആവശ്യമുള്ള സാധനമായിരുന്നു ഈ കച്ചവടം. ഇത് മുഹമ്മദും അന്നത്തെ മദീനയിലെ അറബികളും തമ്മിൽ നടന്ന ഒരു കച്ചവട കരാറാണ്. ആ കരാർ എടുത്തിട്ട് ദൈവവും അള്ളാഹു എന്ന ദൈവവും മനുഷ്യരും തമ്മിലുള്ള കരാറാക്കി ഇവിടെ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് അത് തൗറാത്തിൻ്റെ ഇഞ്ചീലിൻ്റെയും കൂടെ പെരടിയിൽ വെച്ച് കെട്ടിയിട്ട് എല്ലാവരും പറഞ്ഞത് ഇത് തന്നെയാണ് എന്നുള്ളൊരു പച്ച നുണ ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഇടപാടിൽ നിങ്ങൾ സന്തോഷിക്കുകയും അതാണ് മഹത്തായ കാര്യം എന്നാണ് പറഞ്ഞത്. കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള ഈ കച്ചവട കരാറിൽ നിങ്ങൾ സന്തോഷിക്കുകയും അത് മഹത്തായ ഭാഗ്യമായിട്ട് കണക്കാക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളങ്ങോട്ട് വാളെടുത്ത് പുറപ്പെട്ടോളീൻ എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ അഖബ ഉടമ്പടിയുടെ സമയത്താണ് ഇത് അവതരിച്ചത് എങ്കിൽ, അങ്ങനെയാണ് വാഹിദിയുടെ ഒക്കെ തഫ്സീറിൽ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ചരിത്രപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അഖബ ഉടമ്പടി ഉണ്ടാക്കി മദീനയിലേക്ക് മുഹമ്മദ് പലായനം ചെയ്യുമ്പോൾ, ഹിജ്റ പോകുമ്പോൾ, ഇസ്ലാമിൻ്റെ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് മക്കയിൽ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് അഭയം തേടിപ്പോയി എന്ന മട്ടിലാണ്. എന്നാൽ ഇവിടെ അഭയം തേടിപ്പോകാൻ കൊല്ലാനും കൊല്ലപ്പെടാനും ഉള്ള ഒരു കച്ചവട കരാർ ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. അവിടെ ആത്മരക്ഷയ്ക്ക് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂടെ പോകാം. അത്രേ അവിടെ ആവശ്യമുള്ളൂ. ദൈവം നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു, നിങ്ങൾ പോയി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യണം, അതാണ് മഹത്തായ കാര്യം എന്ന് പറഞ്ഞുകൊണ്ടൊരു കരാറ് അവിടെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് മദീനയിലേക്ക് പുറപ്പെടുന്നത് കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി തന്നെയാണ് എന്നാണ് അതിന്ന് വ്യക്തമാകുന്നത്. അന്നേരം മുഹമ്മദിൻ്റെ മനസ്സിൽ മദീനയിൽ ചെന്നാൽ ഉടനെ വാളെടുത്തിട്ട് കലാപരിപാടി തുടങ്ങുക എന്ന പ്ലാൻ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്.
അതല്ലാതെ മദീനയിലെത്തി അവിടുത്തെ ചുറ്റുപാടും സാഹചര്യങ്ങളും വാളെടുക്കാൻ നിർബന്ധിതമായതുകൊണ്ട് മുഹമ്മദ് വാളെടുത്തതല്ല. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കളവാണ്. മറിച്ച് മുഹമ്മദ് പ്ലാൻ ചെയ്തിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഈ ലക്ഷ്യത്തോടു കൂടി തന്നെ പോയതാണ് എന്ന് വ്യക്തമാണ്. ഈ ആയത്തിറങ്ങിയത് അക്കബ ഉടമ്പടിയുടെ സമയത്താണെങ്കിൽ. അല്ലെങ്കിൽ വേറെയും ഒരുപാട് തെളിവുകളുണ്ട് മുഹമ്മദ് പ്ലാൻ ചെയ്തിട്ടാണ് പോയത് എന്നുള്ള. ഖുർആനിൽ നിന്ന് തന്നെ അത് സൂചിപ്പിക്കുന്ന നിരവധി കാര്യങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മുഹമ്മദിൻ്റെ ലക്ഷ്യം അതായിരുന്നു. മദീനയിൽ പോയിട്ട് മക്കക്കാരെ ഉൾപ്പെടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുഹമ്മദ് പോയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. മക്കയിൽ 13 കൊല്ലം മുഹമ്മദ് വെറും താക്കീതുകാരനാണ്. എനിക്ക് ഈ ഉത്ബോധനം നടത്തി പോകാനുള്ള ബാധ്യത മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്ത് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, അള്ളാഹു തന്നെയാണ് എല്ലാവരെയും ഹൃദയങ്ങൾ തുറന്നിടുന്നതും മൂടിവെക്കുന്നതും എന്നൊക്കെയുള്ള വിഡിത്തങ്ങളാണ് ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് 13 കൊല്ലം. അവിടെ മുഹമ്മദ് വാളെടുത്ത് ശരിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അക്കബ ഉടമ്പടി ഉണ്ടാക്കി മദീനയിലേക്ക് പോകുന്ന സമയത്ത് മുഹമ്മദ് ഇങ്ങനെ ഒരു കരാറാണ് അറബികളുമായിട്ട് മദീനക്കാരുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ മുഹമ്മദിൻ്റെ കച്ചവടം വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കച്ചവടമായിരുന്നു. മനുഷ്യൻ്റെ കഴുത്തറക്കുക എന്ന ഏർപ്പാട് ഒരു ജീവിത വാഗ്ദാനമായി, ജീവിത ലക്ഷ്യമായി കണ്ടുകൊണ്ട് മുഹമ്മദ് അതിനുവേണ്ടി തന്നെയാണ് മദീനയിലേക്ക് പോയത് എന്ന് ഇവിടെ വ്യക്തമാകുന്നു. അതുപോലെ തന്നെ അവിടെ വെച്ചാണ് ഈ കരാറുണ്ടായതെങ്കിൽ അത് അള്ളാഹുവും മനുഷ്യരാശിയും തമ്മിലുള്ള കരാറല്ല, അത് മുഹമ്മദും മദീനയിലെ ഏതാനും ഗോത്രക്കാരും തമ്മിലുള്ള കരാറാണ്. അവിടെ അള്ളാഹുവിന് വലിയ റോളൊന്നുമില്ല. മുഹമ്മദിനെ രക്ഷിക്കാനും മുഹമ്മദിൻ്റെ കൂടെ മുഹമ്മദ് പറയുന്നതനുസരിച്ച് കൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കാനും അവരുമായിട്ട് കരാറുണ്ടാക്കി എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത്. അപ്പോൾ അവരുമായിട്ടുള്ള കച്ചവട കരാറ് അതായിരുന്നു, നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ജീവനും അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് തന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഒരു വാഗ്ദാനം തരുന്നു, ചത്തുപോയാൽ നിങ്ങൾക്ക് സ്വർഗം, യുദ്ധം ജയിച്ചാൽ നിങ്ങൾക്ക് ഗനീമത്ത്. ഈ 2 നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആളുകളെ ഈ ഭീകരമതത്തിലേക്ക് മുഹമ്മദ് ആകർഷിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കൊടും ഭീകരമായ നെറികെട്ട വെളിപാടുകൾ മുഹമ്മദ് ഓരോ സന്ദർഭത്തിലും അവതരിപ്പിച്ചിട്ടുള്ളത് എന്നർത്ഥം. അക്കബ കരാറിലെ വ്യവസ്ഥകളുണ്ടായിരുന്നു. പിന്നീട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ വ്യവസ്ഥകൾ, അതുകൂടാതെ നമുക്ക് വരികൾക്കിടയിൽ നിന്ന് വായിക്കാവുന്ന വ്യവസ്ഥകളും ഉണ്ടായിരുന്നു. അത് ഒരു മ്യൂച്വൽ കരാറായിരുന്നു. മുഹമ്മദ് അവിടെ ചെന്നിട്ട് അവരുടെ നേതൃത്വം ഏറ്റെടുക്കും, മുഹമ്മദ് പറയുന്നത് അവരനുസരിക്കും, ഇതുകൊണ്ടുണ്ടാവുന്ന ലാഭനഷ്ടങ്ങൾ തുല്യമായി പങ്കുവെക്കപ്പെടും. അവർ മുഹമ്മദിനെയും മുഹമ്മദിൻ്റെ കൂടെ പോയവരെയും ദത്തു സഹോദരന്മാരായി അഭയം നൽകും, എല്ലാവിധത്തിലുള്ള സഹായവും നൽകും. ഒപ്പം ഇതിൻ്റെ നേട്ടങ്ങൾ തുല്യമായിട്ടും നീതിപൂർവകവും അവർ തമ്മിൽ പങ്കുവെക്കും എന്നതായിരുന്നു ഒരു വ്യവസ്ഥ. മറ്റൊരു വ്യവസ്ഥ, ആ കരാറുണ്ടാക്കിയ മദീനയിലെ ഗോത്രക്കാരുമായി ബന്ധപ്പെടുന്ന, ആ ഗോത്രക്കാരുമായി സഖ്യത്തിലുള്ള, അവരുമായി നല്ല ബന്ധത്തിലുള്ള മറ്റു ഗോത്രങ്ങളെ ഉപദ്രവിക്കുകയില്ല, അവരെ സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കും എന്നതുകൂടി ഈ വ്യവസ്ഥയിലുണ്ടായിരുന്നു. അക്കാര്യത്തിലാണ് മുഹമ്മദ് മദീനയിൽ കാലുകുത്തിയ ഉടനെ തന്നെ ആ വ്യവസ്ഥയും കരാറുമൊക്കെ ലംഘിച്ചു തുടങ്ങുന്നത്. അവരുമായി സഖ്യത്തിലുണ്ടായിരുന്ന ജൂതഗോത്രങ്ങളെ മുഹമ്മദ് വെറുതെ വിട്ടില്ല. അവിടെ ചെന്നിറങ്ങിയ ഉടനെ തന്നെ മുഹമ്മദ് അവർക്കെതിരായിട്ട് കുറ്റം പറിച്ചിട്ട് തുടങ്ങി. അവരെയും ഈ മദീന ഗോത്രങ്ങളെയും പരസ്പരം തെറ്റിക്കാനുള്ള കുത്തിത്തിരിപ്പുകളെല്ലാം മുഹമ്മദ് തുടങ്ങി. അങ്ങനെ അവരുടെ സമ്മതമില്ലാതെ തന്നെ ഈ ജൂതഗോത്രങ്ങളെ ആക്രമിച്ച് നാടുകടത്തുകയോ കൂട്ടക്കൊല ചെയ്യുകയോ ഒക്കെ ചെയ്തു. അതോടുകൂടിയാണ് അവരിൽ നല്ലൊരു വിഭാഗം ആളുകൾ മുഹമ്മദിനെതിരായിട്ട് തിരിയുന്നത്. അങ്ങനെ എതിരായി തിരിഞ്ഞവരെ പിന്നെ മുനാഫിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുകയാണ് മുഹമ്മദ് ചെയ്തത്. ആ കരാർ ലംഘനവും മുഹമ്മദിൻ്റെ നെറികേടുകളും കൂടുതൽ ശക്തമായി തുടർന്നതോടുകൂടിയാണ് മദീനക്കാർ ടോട്ടലി മുഹമ്മദിനെതിരായി മാറുന്ന ഒരു സ്ഥിതി ഈ തബൂക്ക് യുദ്ധമൊക്കെ ആകുമ്പോഴേക്കും അവിടെ സംജാതമായത്. അബ്ദുല്ലാഹിബ്നു ഉബയ്യിൻ്റെ നേതൃത്വത്തിൽ കുറച്ചാളുകളാണ് ആദ്യം മുഹമ്മദിനെതിരായിട്ട് നിന്നതെങ്കിൽ, മുഹമ്മദിനെ പല സന്ദർഭങ്ങളിലും എതിർത്ത് നിന്നതെങ്കിൽ, തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭമാകുമ്പോഴേക്ക് മുഹമ്മദിൻ്റെ കൂടെയുള്ള അനുയായികളെക്കാൾ അംഗങ്ങൾ ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതോടെ മുഹമ്മദിൻ്റെ ഉമ്മത്ത് നെടുകെ പിളർന്ന് രണ്ടായി തീർന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾ വായിച്ചെടുക്കുന്നത് മുഹമ്മദ് അവരോട് നീതികേട് കാണിച്ചു,
പക്ഷഭേദം കാണിച്ചു, സ്വജനപക്ഷപാതം കാണിച്ചു എന്നത് തന്നെയാണ്. അവരുമായി ഉണ്ടാക്കിയ അഖബ കരാറിലെ പല വ്യവസ്ഥകളും മുഹമ്മദ് നഗ്നമായി ലംഘിച്ചു. എന്നിട്ട് മുഹമ്മദിൻ്റെ ആ സർവാധിപത്യം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പേരിൽ ആയത്തുകൾ ഇറക്കി വ്യവസ്ഥകൾ മാറ്റിക്കൊണ്ടിരുന്നു എന്നതാണ്. ആ നെറികേടിനോടുള്ള പ്രതിഷേധമായിട്ടാണ് തബൂക്ക് യുദ്ധത്തിൽ നിന്നും ഒരുപാട് ആളുകൾ പിന്തിരിഞ്ഞത്. ആ സന്ദർഭത്തിൽ വീണ്ടും അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് അവരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ ആളുകൾക്ക് മുഹമ്മദിൻ്റെ വക അടുത്ത യുദ്ധഭീഷണി നേരിടേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കുകയുമാണ് ഈ ആയത്തിറക്കലിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഈ ആയത്ത് തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അവതരിച്ചതാണെങ്കിലും ആവർത്തിച്ചതാണെങ്കിലും അവിടെ അഖബ ഉടമ്പടിയിൽ അള്ളാഹുവും നമ്മളും തമ്മിൽ ഇങ്ങനെ ഒരു കരാറുണ്ടായിരുന്നു എന്ന കാര്യം ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്ന മദീനക്കാരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ ആയത്ത് വീണ്ടും കുറച്ച് മോഡിഫൈ ചെയ്ത് അവിടെ ആവർത്തിച്ചതാവാനാണ് സാധ്യത. ഇതൊക്കെ അന്നത്തെ ആ ഗോത്രകാല രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ഈ മുഹമ്മദ് എന്ന ഗോത്ര നേതാവും ആ മദീനയിൽ മുഹമ്മദ് ഒരുക്കൂട്ടിയ ആളുകളും തമ്മിൽ നടന്ന ചർച്ചയും അതിൻ്റെ ഭാഗമായി ഉണ്ടായ കരാറും അതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ആണെങ്കിൽ അതിന് ചരിത്രപരമായ ഒരു റെലവൻസ് ഉണ്ട്. അതിനോട് നമുക്ക് വിയോജിപ്പോ അല്ലെങ്കിൽ വിമർശനമൊന്നുമില്ല. എന്നാൽ ഇതൊക്കെ ഈ കാലത്ത് നമ്മൾ കുത്തിയിരുന്ന് വിമർശിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതിനപ്പുറത്തേക്കുള്ള ഒരു മാനം നൽകിക്കൊണ്ട് ഇത് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി പ്രപഞ്ചസൃഷ്ടാവായ ദൈവം ആകാശത്തുനിന്ന് കെട്ടിയിറക്കിയ വേദഗ്രന്ഥമാണെന്നും ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാ കാലത്തും ബാധകമാണ് എന്നും വ്യാഖ്യാനിക്കുമ്പോഴാണ് നമുക്കിത് ഈ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. അതല്ലാതെ 6-ാം നൂറ്റാണ്ടിലോ 7-ാം നൂറ്റാണ്ടിലോ ജീവിച്ച മുഹമ്മദ് എന്നൊരു ഗോത്ര നേതാവ് യുദ്ധത്തിന് പോകുന്ന ആളുകളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ സ്വാഭാവികമാണ്. അതൊക്കെ ചരിത്രത്തിൽ എത്രയോ സംഭവങ്ങൾ അതുപോലെയൊക്കെ നടന്നു പോയിട്ടുണ്ടാവും. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ട് എത്രയോ സംഭവങ്ങൾ ലോകത്ത് നടന്നു പോയിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ഇന്ന് കുത്തിയിരുന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പക്ഷേ ഇതൊരു മതമായി വികസിക്കുകയും ഈ മതം സാർവത്രികമാണ്, സാർവകാലികമാണ്, ഇത് ആഗോള മതമാണ്, ഇത് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ നെറികെട്ട വെളിപാടുകളെയൊക്കെ ഇന്നത്തെ കാലത്ത് പ്രയോഗവൽക്കരിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ഇതിനെ വിമർശിക്കാൻ കാരണം. അങ്ങനെയാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഇവിടെ നരകം തീർത്താൽ നിങ്ങൾക്ക് അവിടെ സ്വർഗം തരാം എന്ന നെറികെട്ട വാഗ്ദാനമാണ് ഇവിടെ ദൈവത്തിൻ്റെ പേരിൽ അവതരിപ്പിക്കുന്നത്. ഈ ലോകം നിങ്ങൾ പരസ്പരം കഴുത്ത് വെട്ടി ചോരയൊഴുക്കി നരകമാക്കി തീർക്കുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലമായി പരലോകത്ത് നിങ്ങൾക്ക് ശാശ്വതമായ സ്വർഗം തരാം എന്നൊരു ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദൈവമല്ല, പിശാചാണ്. അതാണ് സാമാന്യ ബുദ്ധിയുടെയും സാമാന്യ മനുഷ്യത്വത്തിൻ്റെയും സാമാന്യമായ ഒരു ധാർമ്മിക ചിന്തയുടെയും ഉൽപ്പന്നം എന്ന നിലക്ക് നമുക്ക് ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടും വിശദീകരിച്ചുകൊണ്ടും മുന്നോട്ട് വെക്കാനുള്ള ദർശനം. ഇവിടെ ജീവിതത്തെ ഒരു കച്ചവടമാക്കിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. കച്ചവടവും ഈ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കച്ചവടത്തിൽ ഇങ്ങനെ നിങ്ങൾ പോയിട്ട് കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അത്ര തരാം എന്ന് പറയുന്നത് കച്ചവടമല്ല. അതേസമയത്ത് ഇത് ഒരു അടിമത്തത്തിൻ്റെ കച്ചവട കരാറാണ്. യജമാനൻ പറയുന്ന എന്ത് വൃത്തികേടുകളും എന്ത് ക്രൂരകൃത്യങ്ങളും തിരുവായ്ക്ക് എതിർവായില്ലാതെ ചോദ്യം ചെയ്യപ്പെടാതെ അനുസരിക്കുന്ന അടിമകളാണ് മനുഷ്യർ എന്ന ദർശനം പ്രാകൃത ഗോത്രകാലത്തെ അടിമത്തത്തിൻ്റെ ദർശനമാണ്. അത് ഏകാധിപത്യത്തിൻ്റെ ദർശനമാണ്. അത് മനുഷ്യത്വത്തിന് ചേർന്ന ദർശനമല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗോത്ര നേതാവിന് ആ ഗോത്രത്തിൽ തൻ്റെ പ്രജകളായ അണികളെ മറ്റു ഗോത്രങ്ങളെ ആക്രമിക്കാനും കൊള്ളയടിക്കാനും പ്രാപ്തരാക്കുന്നതിന് വേണ്ടി, മാനസികമായി സന്നദ്ധരാക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള കുട്ടി ദൈവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അത് എല്ലാ ഗോത്രങ്ങൾക്കും അതുപോലെയുള്ള ഗോത്ര ദൈവങ്ങളുണ്ടായിരുന്നു. ഗോത്രങ്ങൾ തമ്മിൽ ഇതുപോലെയുള്ള യുദ്ധങ്ങളും അക്രമങ്ങളും കൊള്ളകളും നടക്കുമ്പോൾ ഓരോ ഗോത്രത്തിൻ്റെയും പക്ഷത്ത് അവരുടെ ഗോത്ര ദൈവങ്ങളും പങ്കുചേർന്നിരുന്നു. മനുഷ്യർ തമ്മിലുള്ള ഈ യുദ്ധങ്ങളിൽ അവരുടെ ഗോത്ര ദൈവങ്ങൾ തമ്മിലും യുദ്ധം ചെയ്തിരുന്നതായി മനുഷ്യർ സങ്കല്പിച്ചിരുന്നു.
അതൊക്കെ അന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ഇതിനൊക്കെ സ്പിരിറ്റ് കയറ്റാൻ ആവശ്യമായിരുന്ന കഥകളാണ്. ഈ കഥകളിലൂടെയാണ് മനുഷ്യരെ കൂട്ടത്തോടെ ഇത്തരം ക്രൂരകൃത്യങ്ങൾക്കൊക്കെ വിധേയരാക്കിയിട്ടുള്ളത്, അവരെ അനുസരിപ്പിച്ചിട്ടുള്ളത്, അവരെ നിയന്ത്രിച്ചിട്ടുള്ളത് ഇതുപോലുള്ള കഥകളിലൂടെയാണ്. ആ കഥകൾക്ക് ആ കാലത്ത് പ്രസക്തിയുമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇത്തരം കഥകൾ മനുഷ്യൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ പ്രതിബന്ധമാണ്. മനുഷ്യൻ്റെ മാനവികതയിലേക്കുള്ള, നന്മയിലേക്കുള്ള വികാസത്തിന് ഇത് തടസ്സമാണ്. കാരണം ഇത് നന്മയല്ല മുന്നോട്ട് വെക്കുന്നത്, തിന്മയെ നന്മയാക്കി അവതരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഖുർആൻ വാക്യത്തിൽ പറയുന്ന കാര്യമാണ് മനുഷ്യർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർത്തവ്യമെങ്കിൽ, മനുഷ്യരും ദൈവവും തമ്മിലുള്ള കരാർ ഇതാണെങ്കിൽ, ഇതിലൂടെ നമ്മളോട് ചെയ്യാൻ പറയുന്നത് നന്മയല്ല തിന്മയാണ്. തിന്മ ചെയ്യാൻ പറയുകയും തിന്മയ്ക്ക് പ്രതിഫലമായിട്ട് ശാശ്വതമായി തിന്മ ആസ്വദിക്കാൻ അവസരം തരാം എന്നും പറയുന്നത് ഒരു ദൈവം പറയേണ്ട നേരും നെറിയുള്ള വർത്തമാനമല്ല, അത് പൈശാചികതയുടെ വർത്തമാനമാണ്. ഇങ്ങനെ ഒരു കച്ചവട കരാറുമായി നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന ദൈവം ഒരു ദൈവമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ധാർമ്മികതയെ നമുക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല. എന്തു തരം ധാർമ്മികതയാണ് ഇതിലൂടെ ദൈവം മനുഷ്യൻ്റെ മുന്നിലേക്ക് വെക്കുന്നത്? നിങ്ങളും ഞാനും തമ്മിലുള്ള ഒരു കച്ചവട കരാർ, നിങ്ങൾക്ക് ലാഭമുണ്ടാക്കാനുള്ള ഒരു കച്ചവട കരാർ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സ്വത്തുക്കളും എനിക്ക് തന്നാൽ ഞാൻ നിങ്ങൾക്ക് പകരം സ്വർഗം തരാം എന്ന കച്ചവടം. ജീവനും സ്വത്തുക്കളും എനിക്ക് വേണം, അതുകൊണ്ട് നിങ്ങൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുവീൻ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു ദൈവം എന്തുതരം ധാർമ്മികതയാണ് മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്നത്? അത് ക്രൂരവിനോദമല്ലേ? സ്രഷ്ടാവായ ഒരു ദൈവം തൻ്റെ സൃഷ്ടികളെ പരസ്പരം കഴുത്തറുക്കലാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ചുമതല നിങ്ങളുടേത്, നിങ്ങൾക്ക് ഞാൻ അതിനുവേണ്ടി സമ്മാനം ഒരുക്കിയിരിക്കുന്നു എന്നും പറഞ്ഞ് മനുഷ്യരോട് വാളെടുത്തിട്ട് കൊല്ലാനും കൊല്ലപ്പെടാനും ആഹ്വാനം ചെയ്യുന്നുവെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പഴയ റോമാ സാമ്രാജ്യത്തിലെ ക്രൂരചക്രവർത്തിമാർ നടത്തിയിരുന്ന സാഡിസ്റ്റ് നാടകങ്ങൾക്കപ്പുറം ഈ ദൈവത്തിന് എന്ത് ധാർമ്മികതയാണുള്ളത്? സിംഹങ്ങൾക്ക് മുമ്പിലും പരസ്പരം മനുഷ്യരെ തമ്മിലും അടിമകളെ തമ്മിലും ഒക്കെ ഏറ്റുമുട്ടിച്ചുകൊണ്ട് ചുറ്റും നിന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ട് ആ ക്രൂരവിനോദം ആസ്വദിച്ചിരുന്ന പഴയ റോമാ ചക്രവർത്തിമാരുടെ അതേ മനോരോഗം, അതേ മനോഭാവം അതല്ലേ ഈ ദൈവം മുന്നോട്ട് വെക്കുന്നത്? ആ ദൈവത്തിന് നമ്മളോട് ധാർമ്മികത എന്ന വാക്കുച്ചരിക്കാൻ എന്താ അർഹതയാണുള്ളത്? ഇത് അധാർമികമാണ്, ഇത് അനീതിയാണ്, ഇത് തിന്മയാണ്, വെറും തിന്മയല്ല. മനുഷ്യനോട് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ, ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിന്മയാണ് ഇവിടെ ഏറ്റവും വലിയ നന്മയായി നമ്മുടെ മുമ്പിലേക്ക് ഈ മതം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഖുർആനിലെ ഈ വെളിപാട് ഈ ഗ്രന്ഥത്തിലെ തന്നെ ഏറ്റവും നെറികെട്ട വെളിപാടാണ് എന്ന്. കാരണം ഇവിടെ ഏറ്റവും വലിയ തിന്മയെ, അങ്ങനെയാണ് സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മയാണ് ഈ പറയുന്ന കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുവിൻ എന്ന ഈ ആഹ്വാനം. എന്തിനു വേണ്ടി? ഇതാണോ ഒരു ദൈവം മനുഷ്യരോട് പറയേണ്ടത്? ഇതാണോ ഒരു നേതാവ് അനുയായികളോട് പറയേണ്ടത്? നിങ്ങൾ കൊല്ലപ്പെടൂ എന്നാണോ പറയേണ്ടത്? നിങ്ങൾ സമാധാനപരമായി ജീവിക്കൂ, സന്തോഷത്തോടെ സഹകരിച്ച് ജീവിക്കൂ, ആരെയും ഹിംസിക്കരുത് എന്നല്ലേ ദൈവങ്ങൾ പറയേണ്ടത്? അങ്ങനെയല്ലേ മനുഷ്യർ, നേരും നെറിയുള്ള മനുഷ്യരും പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത്? ബുദ്ധനെ പോലെയുള്ള നമ്മുടെ നാട്ടിൽ ജീവിച്ച മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ലേ? ഗാന്ധിജിയെപ്പോലുള്ള മനുഷ്യരൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ലേ? നിങ്ങൾ ആരെയും ഹിംസിക്കരുത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ, നിങ്ങൾ പരസ്പരം സഹകരിക്കൂ, തമ്മിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ കൂടിയാലോചിച്ച് പരസ്പര സഹകരണത്തോടുകൂടി സമാധാനത്തിൻ്റെ വഴിയിൽ പരിഹരിക്കൂ എന്നല്ലേ മനുഷ്യരോട് നന്മയുള്ള ദൈവങ്ങൾ ഉപദേശിക്കേണ്ടത്, നന്മയുള്ള പ്രവാചകന്മാർ ഉപദേശിക്കേണ്ടത്? ഇവിടെ മഹാതിന്മയെ എടുത്തുകൊണ്ടുവന്നിട്ട് അത് നന്മയാക്കി അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സ്വർഗം തരാം, നിങ്ങൾ കൊല്ലപ്പെടൂ എന്നാണ് പറയുന്നത്. ഇത് ദൈവം പറഞ്ഞതാണോ? ഇത് ഗോത്രകാലത്ത് ഒരു മനുഷ്യൻ, ഒരു ഗോത്ര നേതാവ് തൻ്റെ അനുയായികളെ യുദ്ധത്തിന് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ നമുക്കതിൽ പരാതിയില്ല, വിമർശനമില്ല. അത് ഈ കാലത്ത് കുത്തിയിരുന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതൊക്കെ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം പോലെ. പക്ഷേ ഇത് ദൈവം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വേണ്ടി ഇറക്കി തന്ന വേദഗ്രന്ഥമാണെങ്കിൽ, ആ വേദഗ്രന്ഥത്തിലൊരു വാചകമാണിതെങ്കിൽ ആ ദൈവത്തിനെ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല. ആ ദൈവത്തിൻ്റെ കഴുത്താണ് നമ്മൾ വെട്ടേണ്ടത്. വാളുകൊണ്ടല്ല, യുക്തിബോധം കൊണ്ട്, മനുഷ്യത്വം കൊണ്ട്, യുക്തിചിന്തയിലൂടെ. അത്തരത്തിലുള്ള ദൈവങ്ങളെ ശരിപ്പെടുത്താതെ ഇനി ഇവിടുന്ന് അങ്ങോട്ട്
നീതിയും നെറിയും നന്മയുമുള്ള ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. കാരണം നന്മയുള്ള ഒരു ലോകത്തിൻ്റെ വികാസത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഗോത്രകാലത്ത് മനുഷ്യൻ പടച്ചുണ്ടാക്കിയിട്ടുള്ള ഇത്തരം കെട്ടുകഥകളിലെ കഥാപാത്രങ്ങളാണ്. ആ യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വെക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പഴഞ്ചൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട്, ഈ ചപ്പുചവറുകൾ എടുത്ത് ക്ലാസ് എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊരു സാമൂഹ്യ നീതിയുടെ ഭാഗമായിട്ടാണ്, നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുന്നത് കൊണ്ടാണ്. ഈ സമൂഹത്തോട് നമുക്ക് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു നന്മ എന്ന നിലക്കാണ് നമ്മൾ ഇതിനെ എടുത്ത് കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യൻ്റെ മുമ്പിൽ മനുഷ്യൻ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിന്മ എടുത്ത് കാണിച്ചിട്ട് അതാണ് നന്മ, അതിനാണ് നിങ്ങൾക്ക് സമ്മാനം കിട്ടുക എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യനെ പിശാചാക്കി മാറ്റുന്ന ദർശനമാണ്. അതിൻ്റെ അനന്തരഫലമാണ് ഇതൊക്കെ തീവ്രമായി ഉൾക്കൊണ്ട കുറച്ചാളുകളെങ്കിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും മനുഷ്യർ സന്തോഷിക്കുന്നിടത്തെല്ലാം പോയി പൊട്ടിത്തെറിക്കാനും മനുഷ്യരെ കൊല്ലാനും കാരണമാകുന്നത്. ഇതൊക്കെ ദൈവം പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കുന്നവർ, ആ വിശ്വാസം തീവ്രമായി ഉൾക്കൊണ്ടവരാണ് മതഭീകരവാദികളായി മാറുന്നത്. അവരാണ് ലോകത്ത് അശാന്തി വിതച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതില്ലാതാവണമെങ്കിൽ ഇതൊക്കെ മനുഷ്യൻ എഴുതി വെച്ച, ഒരു കാലഘട്ടത്തിലെ മനുഷ്യൻ എഴുതി വെച്ച മണ്ടത്തരങ്ങളാണ് എന്ന് ഈ മനുഷ്യരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ പണിയാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാക്യത്തിൽ പറയുന്നത് അള്ളാഹുവിനെ പോലെ കരാർ പാലിക്കുന്നവർ വേറെ ആരുണ്ട് എന്നാണ്. അള്ളാഹു ആരൊക്കെയായിട്ടാണ് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതേ ഗ്രന്ഥത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുള്ള കഥയനുസരിച്ച് അള്ളാഹു ഇങ്ങനെ അക്കബ ഉടമ്പടിക്ക് വന്ന അറബികളുമായിട്ട് മാത്രമല്ല കരാറുണ്ടാക്കിയിരിക്കുന്നത്, അതിനേക്കാളിലൊക്കെ വലിയ കരാർ ഉണ്ടാക്കിയിട്ടാണ് മൂപ്പര് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. രണ്ടുപേരുമായിട്ട് വലിയ രണ്ട് കരാർ വേറെ മൂപ്പര് ഉറപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. ഒന്ന്, ഈ ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പ്, മനുഷ്യരെ തന്നെ ഉണ്ടാക്കുന്നതിന് മുമ്പ് മൂപ്പര് വലിയൊരു നരകത്തിൻ്റെ ഗർത്തം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ നരകത്തോട് പോയിട്ട് മൂപ്പര് ഒരു വാഗ്ദാനം പറയുന്നുണ്ട്, നിന്റെ പള്ള ഞാൻ നിറച്ചു തരാം എന്നൊരു വാഗ്ദാനം. ആ വാഗ്ദാനം എനിക്ക് ലംഘിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ഞാൻ മഹാഭൂരിപക്ഷം മനുഷ്യരെയും വഴിതെറ്റിക്കും എന്ന് ഈ ഖുർആനിൽ ഒരു ഉളുപ്പുമില്ലാതെ ഈ പിശാച് എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു എന്ന പിശാച്, അതാണ് അള്ളാഹുവിൻ്റെ ഒരു കരാറ്. ആ കരാറ് നരകവുമായി ഉണ്ടാക്കിയ ആ കരാറ് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിശാച് ദൈവം ഇത്തരത്തിലുള്ള പൈശാചികതയുമായി വന്നിട്ടുള്ളത്. അവിടെ ചിന്തിക്കുന്നവർക്ക് വേറൊരു ദൃഷ്ടാന്തമുണ്ട്. ദൈവം ഇതൊക്കെ പരീക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്, ചതിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച വിഭവങ്ങളാണ് എന്നാണല്ലോ ഈ കിതാബിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കിതാബ് തന്നെ ദൈവത്തിൻ്റെ ഒരു ചതിയല്ല എന്ന് എങ്ങനെയാണ് നമ്മൾ ഉറപ്പിക്കുക? നിങ്ങൾ തിന്മ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തിന്മയെ നന്മയാക്കി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മറ്റൊരു പരീക്ഷണമാണെങ്കിൽ, ഈ കിതാബ് അനുസരിച്ച് ജീവിച്ചവരെ ഈ ദൈവം മൂപ്പര് വാഗ്ദാനം ചെയ്ത പള്ള നിറക്കാൻ വേണ്ടി അവിടെ നരകത്ത് കൊണ്ടിടൂലേ? കാരണം നീതിയും നേരും നെറിയുള്ള ഒരു ദൈവം പറയേണ്ട വർത്തമാനമല്ല ഈ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടുള്ളത്. എല്ലാം പൈശാചികതയുടെ വർത്തമാനങ്ങളാണ്. അപ്പോൾ ഈ കിതാബും കൊണ്ട് വന്ന ആൾ തന്നെ ദൈവം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ച പിശാചിൻ്റെ പ്രതിരൂപമാണെങ്കിലോ എന്നാണ് എൻ്റെ ചോദ്യം. ആണെങ്കിൽ ഈ കിതാബും കൊണ്ട് ജീവിതം പാഴാക്കിയവർ, മറ്റുള്ളവരെ കൊല്ലാൻ പോയവർ, പൊട്ടിത്തെറിക്കാൻ പോയവർ, ഇവർക്കൊക്കെ നാളെ സ്വർഗമായിരിക്കുമോ നരകമായിരിക്കുമോ ഈ ദൈവത്തിൽ നിന്ന് കിട്ടുക? ഇത് പരീക്ഷണമാണെങ്കിൽ, പിശാചിനെ വിട്ടുള്ള പരീക്ഷണമാണെങ്കിൽ, ഈ കിതാബ് പിശാചിൻ്റെ കിതാബാണെങ്കിൽ എന്താ സംഭവിക്കുക? അങ്ങനെ അല്ല എന്ന് പറയാൻ എന്ത് തരത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ദൈവം നൽകുന്നത്? ഈ കിതാബിൽ മനുഷ്യരോട് തിന്മ മുഴുവൻ പറഞ്ഞിട്ട് അത് നന്മയാണ് എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാണ് ദൈവമാവുക? അത് ദൈവത്തിൻ്റെ തന്നെ പരീക്ഷണമാണെങ്കിലോ, അതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിവുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള പരീക്ഷണമാണെങ്കിലോ, ആ പരീക്ഷണത്തിൽ ആരായിരിക്കും വിജയിക്കുക, ആരായിരിക്കും പരാജയപ്പെടുക? ആരാണ് നരകത്തിൻ്റെ പള്ളയിലേക്ക് പോയി വീഴുക? ആരാണ് സ്വർഗത്തിലെത്തുക? ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വാസികൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. ഇനി നരകവുമായിട്ട് മാത്രമാണോ ഈ അള്ളാഹു കരാറുണ്ടാക്കിയിരിക്കുന്നത്? അതല്ല, അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ച ഉടനെ അള്ളാഹു ഒരു കപട നാടകം കളിച്ചതായിട്ട് ഈ ഖുർആനിൽ കഥ പറയുന്നുണ്ട്. മനുഷ്യരോട് ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞ് വേറൊരു സാധനമാണ് തൗഹീദ്. സിർക്ക് ചെയ്യാൻ പാടില്ല, അതാണ് ഏറ്റവും വലിയ തിന്മ എന്ന് ഈ കഥ പറയുന്നുണ്ട്. ആ സിർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു ഈ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ച്, കളിമണ്ണുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടിയെ ഉണ്ടാക്കി വെച്ചിട്ട് ആ സൃഷ്ടിയുടെ മുമ്പിൽ സിർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു മലക്കുകളോട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മലക്കുകളെല്ലാം
സുജൂദ് ചെയ്തുകൊണ്ട് സിർക്ക് ചെയ്തു. ഒരാളൊഴികെ സിർക്കിൽ മൂക്ക് കുത്താതെ തൗഹീദിൽ ഒരാൾ ഉറച്ചു നിന്നു, ഇബ്ലീസ്. ആ ഇബ്ലീസുമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. എന്താ കരാറ്? എനിക്ക് മനുഷ്യരുള്ളിടത്തോളം കാലം, ഈ ലോകമുള്ളിടത്തോളം കാലം ജീവിക്കാനുള്ള ദീർഘായുസ് തരണം. ആ ആയുഷ്കാലം മുഴുവൻ മനുഷ്യരെ വഴിപഴപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു തരണം എന്ന് ഇബ്ലീസും അള്ളാഹും തമ്മിൽ കരാറുണ്ടാക്കുകയാണ്. അള്ളാഹു കരാറും ഒക്കെ പറഞ്ഞ് ഒപ്പിട്ടിട്ട് ഇബ്ലീസിനെ പുറത്ത് കൊട്ടിയിട്ട് കണ്ട് കയറൂരി വിടുകയാണ്. പോയി പണിയെടുത്തു വിടറാന്ന് പറഞ്ഞിട്ട്. കാരണം മറ്റേ കരാറ് പാലിക്കാനുള്ള ഏർപ്പാടാണ് ഇത്. നരകത്തിന് കൊടുത്ത കരാർ എന്താണ്? പള്ള നിറച്ച് തരാമെന്നാണ്. ആ നരകത്തിൻ്റെ പള്ള നിറക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസിനെ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. നീ എനിക്ക് പറ്റുന്ന എന്താ ചെയ്തൊന്നും പറഞ്ഞിട്ട്. ആ ഇബ്ലീസാണ് ജിബ്രീലിൻ്റെ വേഷം കെട്ടിയിട്ട് ഞാൻ ജിബ്രീലാണ് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അത് പിന്നെ വേറെ ഖദീജ തുണി അയച്ചിട്ട് പരീക്ഷിച്ചപ്പോഴാണ് ജിബ്രീലാണെന്ന് ഉറപ്പിക്കുന്നത്. ആ പരീക്ഷണത്തിൽ ഇബ്ലീസ് അവിടെ നിന്നാണ് മാറിയുന്നതാണെങ്കിലോ, മലക്കാണെന്ന് തെറ്റിദ്ധരിച്ചോട്ടെ വിചാരിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവം മൊത്തം ഇബ്ലീസിൻ്റെ വകയാണ്. ഇബ്ലീസിൻ്റെ വക ആവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ ഈ വായിച്ച വെളിപാടുകളൊക്കെ. കാരണം മനുഷ്യരോട് കഴുത്ത് വെട്ടിക്കടാ, പോയിട്ട് കൊല്ലിടാ, ചത്തുവിടറ എന്ന് പറയുന്ന ഒരു ദൈവം ഇബ്ലീസ് തന്നെ ആവും, അല്ലെങ്കിൽ ഇബ്ലീസിൻ്റെ ഏജൻ്റ് ആവാനേ സാധ്യതയുള്ളൂ. മനുഷ്യരോട് നന്മ ഉപദേശിക്കുന്നവൻ ദൈവമാവില്ല, ഇബ്ലീസേ ആവുള്ളൂ. അങ്ങനെയാണ് പരീക്ഷണം അള്ളാഹു നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൈവം പരീക്ഷണം നടത്തുന്നതെങ്കിൽ ഇബ്ലീസിൻ്റെ കെണിയിൽ കുടുങ്ങിയവരായി മാറുന്നത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ രണ്ട് കരാർ, ഇബ്ലീസുമായിട്ടും നരകവുമായിട്ടും കരാറുണ്ടാക്കിയിട്ടാണ് ഈ ഏർപ്പാടൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കരാറ് പാലിക്കുമോ ഈ ദൈവം? അതോ അഖബ ഉടമ്പടിയുടെ സമയത്ത് ഔസ് ഖസറജ് ഗോത്രക്കാരുമായി ഉണ്ടാക്കിയ അള്ളാഹുവിൻ്റെ കരാറ് പാലിക്കുമോ ഈ ദൈവം? ആ ഗോത്രക്കരാറാണോ അതോ മറ്റേ വലിയ കരാറാണോ ദൈവം പാലിക്കുക? അതോ ഒരു കരാറും പാലിക്കാത്ത വഞ്ചകനായിരിക്കുമോ ഈ ദൈവം? ദൈവത്തിൻ്റെ ഈ വർത്തമാനങ്ങളൊക്കെ നമ്മൾ സമഗ്രമായി പരിശോധിച്ചാൽ ആ ദൈവം വാക്ക് പാലിക്കുന്നവനാവാൻ ഒരു സാധ്യതയില്ല, പറയുന്നതിനെല്ലാം വിരുദ്ധം ചെയ്യുന്നവനാവാനേ സാധ്യതയുള്ളൂ. കാരണം അത്തരത്തിലുള്ള നെറുകേടുകളാണ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കഥ മൊത്തം അധാർമികമാണെന്നും അയുക്തികമാണെന്നും പറയുന്നത്. ഈ കഥ മൊത്തം വൈരുദ്ധ്യം നിറഞ്ഞതാണ്. ഈ കഥയിൽ ഒരിടത്ത് പറഞ്ഞതല്ല തൊട്ടപ്പുറത്ത് പറഞ്ഞിട്ടുള്ളത്, പറഞ്ഞത് മുഴുവൻ പരസ്പര വിരുദ്ധമാണ്. ഇപ്പോൾ ഈ വായിച്ച വാക്യം പോലും നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമാണ്. നിങ്ങൾ സമാധാനപരമായിട്ട് ഉത്ബോധനം നടത്തിക്കോളൂ, നിങ്ങൾ താക്കീതുകാരൻ മാത്രമാണ്, ഉത്ബോധനമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് ബാധ്യതയില്ല, എല്ലാം ഞാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്, ഞാനാണ് ആൾക്കാരെ പഴപ്പിക്കണോ നേരെയാക്കണോ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് 13 കൊല്ലം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഈ കരാറുണ്ടാക്കുമ്പോൾ നേരെ തിരിച്ചിട്ട് നിങ്ങൾ കൊല്ലാനും ചാവാനും ഒരുങ്ങി വന്നോളൂ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള വൈരുദ്ധ്യങ്ങളാണ് ഈ മതം കുത്തി നിറച്ചു വെച്ചിട്ടുള്ളത് ഈ കിതാബിൽ. ഈ ഖുർആൻ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ജീവിത ദർശനത്തെ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഒരു ഭൗതികവാദി എന്ന നിലക്ക്, ഒരു മാനവികവാദി എന്ന നിലക്ക് നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നും ഇതിന് ബദലായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള ജീവിത ദർശനം എന്താണ് എന്നും വിശദമായി തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഈ ഖുർആൻ വാക്യവുമായി ബന്ധപ്പെട്ട ഖുർആൻ ക്ലാസ് ഈ ഒരൊറ്റ ക്ലാസ്സിൽ അവസാനിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിലും ഇതിൻ്റെ അനുബന്ധമായി കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇത്തരം വാക്യങ്ങൾ നമ്മൾ വിമർശനത്തിനായി ഉന്നയിക്കുമ്പോൾ ആധുനിക കാലത്ത് ഇതിനെയൊക്കെ പുട്ടിയടിക്കാനും വെളുപ്പിക്കാനും നടക്കുന്ന മതവ്യാഖ്യാതാക്കൾ ഇതിന് മറുപടിയായി പറയുന്ന ചില ന്യായവാദങ്ങളുണ്ട്, സന്ദർഭത്തിൽ നിന്ന് നടത്തി തുടങ്ങിയിട്ടുള്ള വാദങ്ങളുണ്ട്. അത്തരം വാദങ്ങൾക്കുള്ള മറുപടിയും വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.